Then നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഈ ഒരു ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ പ്രൊസസ്സേഴ്സ് ആണ്. അതായത് മൈക്രോ പ്രൊസസ്സർ എന്താണ്, ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, introduction to microprocessor. A microprocessor is a multi-purpose programmable clock-driven register-based electronic device that reads binary instructions from a storage device called a memory, accepts data, binary data as input and process the data according to those instructions and provide result as output. അതാണ് ഒരു മൈക്രോപ്രൊസസ്സർ. നമ്മൾ ഫസ്റ്റിൽ പറയുന്നത് microprocessor is a multi-purpose programmable clock-driven register-based electronic device എന്ന് പറയും. അതൊരു ഡിവൈസിൻ്റെ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ആ ഡിവൈസ് എന്താണ്, മൾട്ടിപർപ്പസ് ആണ്. ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അത് പ്രോഗ്രാമബിൾ ആണ്. പ്രോഗ്രാമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണോ യൂസ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ആവശ്യത്തിനാണോ ഈ പ്രോസസ്സറിനെ യൂസ് ചെയ്യേണ്ടത്, ആ രീതിയിലേക്ക് നമുക്കതിനെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ക്ലോക്ക് ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ഇലക്ട്രോണിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് രണ്ട് ലെവലാണ് പറയുന്നത്. 0 വാല്യൂ വരുന്നതും ദെൻ 1 എന്നുള്ള വാല്യൂ. ഇപ്പോൾ ക്ലോക്ക് പൾസസിനനുസരിച്ച് ക്ലോക്കിൻ്റെ പൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് സീറോസ് ആണെങ്കിൽ നമ്മൾ അതിന് 0 എന്നും, ദെൻ 5 വോൾട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ 1 ആയിട്ടാണ് പറയാറ്. ഇപ്പോൾ ക്ലോക്ക് ഡ്രിവൺ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലേ. ക്ലോക്ക് ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ക്ലോക്കാണ് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ മൈക്രോപ്രൊസസ്സറിൻ്റെ എവറി ആക്ഷൻസ് ക്ലോക്ക് ബേസ് ചെയ്തിട്ടാണ്. അതായത് ക്ലോക്കിൻ്റെ പൾസസിനനുസരിച്ചാണ്. ഞാൻ പറഞ്ഞു 0 ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 to 5, ദെൻ 5 to 0 ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം സിങ്ക്രണസ് ആണ്, സിങ്ക്രണസ് കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ സിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ക്ലോക്ക് പൾസ്. ഒരു ക്ലോക്ക് പൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സിങ്ക്രണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലോക്ക് ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സറിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു ക്ലോക്ക് പൾസിന് അനുസരിച്ചായിരിക്കും. ഓക്കെ, രജിസ്റ്റർ ബേസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്റ്റർ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസ്, അതായത് ഈ ഒരു പ്രോസസ്സറിനകത്ത് പ്രോസസ്സ് ചെയ്യുന്ന വാല്യൂസിനെ നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനുള്ളിൽ തന്നെ ഇതേപോലെ ടെമ്പററി ആയിട്ട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട്. അതിനെ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ആ ഡിവൈസിനുള്ളിൽ നമുക്ക് ഡിവൈസിനെ നമുക്ക് പ്രോഗ്രാമബിൾ ആണ്, ദെൻ മൾട്ടിപർപ്പസ് ആണ്, ക്ലോക്ക് ഡ്രിവൺ ആണ്. ദെൻ അതിനകത്തുള്ള ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം രജിസ്റ്റർ ബേസ്ഡ് ആണ് എന്ത്, ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ വർക്കിംഗ് ആണ്. ദാറ്റ് ഡിവൈസ്, അതായത് ഈ മൾട്ടിപർപ്പസ് പ്രോഗ്രാമബിൾ ക്ലോക്ക് ഡ്രിവൺ രജിസ്റ്റർ ബേസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസ്, ദാറ്റ് ഈസ് മൈക്രോ പ്രൊസസ്സർ, reads the binary instructions from a storage device called memory, accept binary data as input and process the data according to those instructions and provide result as output. നമ്മൾ മെമ്മറിയിൽ നിന്ന്, പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ട് ഡാറ്റാസ് റിസീവ് ചെയ്തിട്ട് കൺട്രോൾ സിഗ്നൽസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനകത്ത് എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണോ ചെയ്യാനുള്ള ആ ഇൻസ്ട്രക്ഷൻസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം തന്നെ ഇതിൽ ചെയ്യുന്നുണ്ട്, ഒരു മൈക്രോ പ്രൊസസ്സറിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സിനകത്ത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്, മൈക്രോ പ്രൊസസ്സേഴ്സിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then a typical programmable machine can be represented with the 4 components. അതായത്
ഒരു പ്രോഗ്രാമബിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് 4 കമ്പോണൻസ് ആണ് വരുന്നത്. ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ടായിരിക്കും, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഉണ്ടാവും. ഈ 4 പോർഷൻസും ഇന്ററാക്ട് ചെയ്തിട്ട്, അതായത് ഓരോന്നും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും, അത് തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് പ്രോസസ്സാണോ ചെയ്യേണ്ടത് ആ പ്രോസസ്സിനെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രോഗ്രാമബിൾ മെഷീനകത്ത് ഹാർഡ്വെയർ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഫിസിക്കൽ പാർട്സ് ആണ്. ദെൻ അതിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ്, റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിന്റെ കളക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ. Microprocessor applications are classified into 2 categories: reprogrammable systems and embedded systems. In reprogrammable system, that like microprocessors used in microcomputers. Computers another ഉപയോഗിക്കുന്ന microprocessors എന്ന് പറഞ്ഞാൽ is used for computing and data processing purpose അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡാറ്റ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ആ സിസ്റ്റത്തിനകത്ത്, അതായത് റീപ്രോഗ്രാമബിൾ സിസ്റ്റത്തിനകത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സറാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ്സ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് പെരിഫറൽസ് സച്ച് എസ് പ്രിന്റേഴ്സ് ആൻഡ് പ്ലോട്ടേഴ്സ്. ഓക്കെ. അതായത് നമുക്കൊരു റീപ്രോഗ്രാമബിൾ സിസ്റ്റം എന്ന് പറയുമ്പം ആ ഒരു സിസ്റ്റത്തിനകത്തുള്ള മൈക്രോ പ്രോസസ്സിന് ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ടായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഉപയോഗിച്ചിട്ട്, ആ ഇൻസ്ട്രക്ഷനിൽ സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള രീതിയിലേക്ക് പ്രോഗ്രാംസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഒരു എക്സാമ്പിളായിട്ട് അപ്പോൾ ഒരു പിയാനോ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ പിയാനോയിൽ ഓരോ കീകൾക്കും എത്രത്തോളം ഫ്രീക്വൻസി വേണം, എത്രത്തോളം ടോൺ എന്താണെന്നുള്ളത്. ഓക്കെ. ദെൻ നമുക്ക് അങ്ങനെ ഒരു പിയാനോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പിയാനോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടോണിലുള്ള കീകൾ ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ടോണിൽ ചേഞ്ചസ് വരുത്താൻ ആർക്ക് പറ്റില്ല? ഈ പ്ലെയറിന്, അതായത് മ്യൂസീഷ്യന് പറ്റില്ല. അത് പിയാനോ ആരാണോ ഡിസൈൻ ചെയ്തത് ആ ഡിസൈനറാണ് അതിൻ്റെ ടോണിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ടോണിൽ ചേഞ്ചസ് വരുത്തണം. അതേപോലെ തന്നെയാണ് ഒരു റീപ്രോഗ്രാമബിൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൈക്രോ പ്രോസസ്സറിന് ആ മൈക്രോ പ്രോസസ്സർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്റൽ മൈക്രോ പ്രോസസ്സർ ആണെങ്കിൽ അതിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് എത്രത്തോളം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഒരു നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് പറയാറുണ്ട്. ഓരോന്നിനും ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ല പിന്നീട് ഉണ്ടായിരിക്കുന്ന പ്രോസസ്സേഴ്സിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ്. ആദ്യകാലത്തെ ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ കൂടെ അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ്, അതായത് നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്തോറും കൂടുതലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളൊരു സിയിലാണെങ്കിലും പൈത്തണിലാണെങ്കിലും ഒക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം ആ പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കമ്പൈലേഴ്സ് അവിടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രോസസ്സറിന് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പ്രോഗ്രാമിങ്ങിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് റീപ്രോഗ്രാമബിൾ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നത്. ഇനി എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്, എംബഡഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ മൈക്രോ പ്രോസസ്സർ ഈസ് എ പാർട്ട് ഓഫ് ഫൈനൽ പ്രോഡക്റ്റ് ആൻഡ് ഇസ് നോട്ട് അവൈലബിൾ ഫോർ റീപ്രോഗ്രാമിംഗ് ടു ദ എൻഡ് യൂസർ. അപ്പോൾ എംബഡഡ് സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾക്ക് അത് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തൊരു ആവശ്യത്തിനാണോ എംബഡഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ മാത്രമേ അത് ചെയ്യും. ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീനിലാണെങ്കിൽ വാഷിംഗ് മെഷീൻ അതിനകത്ത് എന്തൊക്കെ പ്രോഗ്രാംസ് ആണോ ഉള്ളത് അതല്ലാതെ നമുക്ക് അവിടെ കൂടുതൽ പ്രോഗ്രാംസ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എംബഡഡ് സിസ്റ്റത്തിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് എൻഡ് പ്രോഡക്റ്റിനകത്താണ് വരുന്നത്. അതിനകത്ത് നമുക്കൊരു പുതുതായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. A copying machine is a typical example for embedded system. The microprocessor used in these systems are generally categorized as microcontrollers that include all the components shown in figure on one chip. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ചിത്രത്തിനകത്ത്, അതായത് ഇപ്പം ഇതിലുള്ള എല്ലാ പ്രോസസ്സുകളും
എല്ലാ പാർട്സുകളും കൂടി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള, അതായത് ഫിഗർ 1 എന്ന് പറയുന്നത് അതാണ്, ഉള്ള എല്ലാം കൂടി എന്തിലായിരിക്കും? ഒരു ചിപ്പിലത്. മൈക്രോ പ്രോസസ്സർ ഉണ്ടായിരിക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മെമ്മറീസ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരു ചിപ്പിനകത്ത് വരും. അതിനെയാണ് എന്ത് പറയുന്നത്? മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സേഴ്സ് വിത്ത് ഡിസ്ക്രീറ്റ് കമ്പോണൻസ്. അതായത് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ബാക്കി പാർട്സുകളെല്ലാം ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Embedded system can also be viewed as a product that use microprocessors to perform their operations. They are known as microprocessor based products. Embedded systems ena parayaru microprocessor based products എന്നാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു ഫിഗറിനകത്ത് ഇപ്പം CPU ഫസ്റ്റ് കേസിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തത്. അപ്പം ഇതിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ അല്ല. മൈക്രോ പ്രോസസ്സർ ഉപയോഗിക്കുമ്പോൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കണ്ടു. ഇവിടെ ഈ ഒരു കേസിൽ ഇതെല്ലാം സെപ്പറേറ്റ് ചിപ്പുകളായിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മൈക്രോ പ്രോസസ്സർ ചിപ്പ് വരുന്നത്. അപ്പോൾ ആ മൈക്രോ പ്രോസസ്സർ ചിപ്പിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, ഇതെല്ലാം എന്തിനകത്ത് വരുന്നുണ്ട്? മൈക്രോ പ്രോസസ്സർ ചിപ്പിനകത്ത് വരും. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോസസ്സർ ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻപുട്ട്, ദെൻ മൈക്രോ പ്രോസസ്സർ, ദെൻ ഔട്ട്പുട്ട്, മെമ്മറി. ഈ ഒരു കേസിലായിരിക്കും വരും. ഓക്കെ, നമ്മൾ പറഞ്ഞ മൈക്രോ കൺട്രോളർ, എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഒക്കെ കൂടെ വരുന്ന മൈക്രോ കൺട്രോളറിനകത്ത് നോക്കുക. ഇതെല്ലാം കൂടി കൂടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ മൈക്രോ പ്രോസസ്സർ യൂണിറ്റ് ഉണ്ടാവും, ദെൻ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ദെൻ പെരിഫറൽ ഡിവൈസസിന് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്, ടൈമേഴ്സ് ആൻഡ് സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം വിത്ത് ബസ് ആർക്കിടെക്ചർ. ഇത് നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ മൈക്രോ പ്രോസസ്സറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ബസ് ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഉണ്ട്, ദെൻ ഡാറ്റ ലൈൻസ് ഉണ്ട്, അഡ്രസ് ലൈൻസ് ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ലൈൻ, കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യാനുള്ള കൺട്രോൾ ബസ്സസ് ആണ്. അഡ്രസ് ബസ്, ഈ സിസ്റ്റം ബസ്സിനകത്ത് മെയിനായിട്ട് വരുന്ന അഡ്രസ് ബസ്, ഡാറ്റ ബസ് ഉണ്ട്, കൺട്രോൾ ബസ്സാണ്. ഇതൊക്കെ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. Then the above figure shows a simplified bus formal structure of a microprocessor based system or a product. A microcomputer is one among many microprocessor based system. It includes three components: microprocessor input output and memory read write memory and read only memory. These components are organized around a common communication path called a bus. Bus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മെയിനായിട്ട് മൈക്രോ പ്രോസസ്സർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മെമ്മറീസ്, ഇതിനെല്ലാം കൂടി ഓർഗനൈസ് ചെയ്യാൻ, എല്ലാത്തിനെയും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്തിനെയാണ് ബസ് എന്ന് പറയുന്നത്. ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് എ system or a microcomputer system, and the components themselves are referred to as subsystems. A peripheral device is an auxiliary device that connects internally or externally to and works with the computer to either put information into it or get information out of it. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പിന്നെ ഒന്നുകൂടി പറയുന്നു. അപ്പോൾ മൈക്രോ പ്രോസസ്സർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സാധാരണ ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസാണ്. ദെൻ മൈക്രോ പ്രോസസ്സർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനകത്തും മെയിനായിട്ട് 3 പാർട്ടുകളാണ് വരുന്നത്: മൈക്രോ പ്രോസസ്സർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മെമ്മറി. ആൻഡ് ദിസ് പാർട്സിനെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബസ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബസ് സിസ്റ്റത്തിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ബസ്സുകളാണ് വരുന്നത്: അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്സസ്. ഓക്കെ, ദെൻ നമ്മുടെ മൈക്രോ പ്രോസസ്സറിനെ ഔട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓക്സിലറി ഡിവൈസസിനെ എല്ലാം പറയുന്നത്, അത് ഇന്റേർണലി ഓർ എക്സ്റ്റേർണലി കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെ പറയാറ് പെരിഫറൽസ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ബൈനറി ഡിജിറ്റ്സ് ആൻഡ് വേർഡ്. ഇപ്പം നമുക്കറിയാം ഒരു മൈക്രോ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ഓൺ ബൈനറി ഡിജിറ്റ്സ് ആണ്, അല്ലേ?
ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഷോർട്ട് ഫോം ഓഫ് ബൈനറി ഡിജിറ്റ്സ്. ഇറ്റ് റിപ്രസെൻറ്റ്സ് zeros and ones. Okay, അപ്പോൾ ഇതിൽ 0 represents a 1 voltage and 1 represents another voltage. അപ്പോൾ 0 എന്ന് പറയുന്നത് റിപ്രസെന്റ് ചെയ്യുന്ന അനലോഗ് സിഗ്നൽസിന്റെ കേസിൽ ഒരു വോൾട്ടേജ് ലെവൽ, അതായത് ലോ വോൾട്ടേജ് ലെവലിനെയാണ് 0 റിപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് 1 എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ലെവലിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. Each processor recognizes and processes a group of bits called word. And microprocessors are classified according to their word length. ഒരു മൈക്രോ പ്രൊസസ്സറിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ വേർഡ് ലെങ്തിനനുസരിച്ച്. വേർഡ് ലെങ്ത് മീൻസ് നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ വേർഡ്. ഒരു വേർഡിനകത്ത് എത്രത്തോളം ബിറ്റ്സ് ഉണ്ട് ആ നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്, വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു എക്സാമ്പിളായിട്ട് 8-bit പ്രോസസ്സർ എന്ന് പറയും, ദെൻ 32-bit പ്രോസസ്സർ അല്ലെങ്കിൽ 64-bit പ്രോസസ്സർ എന്ന് പറയുന്നുണ്ട്. ഇതിൽ n-bit പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിനകത്ത് എത്ര ബിറ്റ്സ് ഉണ്ടോ അത്രയും ബിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, n-bit എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, എ വേർഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ഡാറ്റ ഓഫ് ഡിഫൈൻഡ് ബിറ്റ് ലെങ്ത്. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടറിലെ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് മെമ്മറിയിലേക്ക് നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുമ്പോൾ ഒറ്റ ടൈം എത്രത്തോളം ബിറ്റ്സ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഒരു വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഓഫ് ബിറ്റ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ സിസ്റ്റത്തിലെ ഡാറ്റ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡാറ്റ ബസ്സിനകത്ത് എത്ര ലൈൻസ് ഉണ്ടോ അതായിരിക്കും വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറ്റ് എ ടൈം നമുക്കൊരു മെമ്മറിനകത്തേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡാറ്റ പാസ് ചെയ്യപ്പെടുന്നത് ഡാറ്റ ബസ്സിലൂടെയാണ്. അപ്പോൾ ഡാറ്റ ബസ്സിന് എത്ര ലൈൻസ് ഉണ്ട് അത്രയും ബിറ്റ്സ് അല്ലേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, then usually the defined bit length of a word is equal to the width of the computer's data bus, so that a word can be moved in single operation from storage to a processor register. For any computer architecture with an 8-bit byte, the word will sum multiples of 8-bit. പൊതുവെ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. കാരണം ഒരു 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ്. അപ്പോൾ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമുക്ക് 1 ബൈറ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കും റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് എന്താണ് വേർഡ് ലെങ്ത്, എന്താണ് വേർഡ് എന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഓർക്കുക. Then next up, microcontroller. Microcontroller എന്ന് പറയുന്നത് it's a chip that contains microprocessor unit and memory, input, output and peripheral devices. ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് എന്ത് പറയുന്നത്, മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. It's a semiconductor fabrication technology became more advanced. Manufacturers are able to place not only MPU but also memory and input-output interface circuits on a single chip. It's known as microcontroller or microcontroller unit. A microcontroller is essentially an entire computer on a single chip. ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ചിപ്പാണ്. അതിനുള്ളിൽ നമുക്ക് മൈക്രോ പ്രോസസ്സർ യൂണിറ്റ് ഉണ്ടാവും, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ദെൻ അതിനുള്ളിൽ തന്നെ എന്തുകൂടി വരുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യാനുള്ള മെമ്മറി കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, എംബഡഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും അതും എല്ലാം കൂടി ഒരു ചിപ്പിനുള്ളിലാണ് വരുന്നത്. അതാണ് മൈക്രോ കൺട്രോളർ എന്ന്. അപ്പോൾ നമുക്ക് ഇന്റലിൻ്റെ മൈക്രോ കൺട്രോളറിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്, ദെൻ മൈക്രോ പ്രൊസസ്സറിനെ പറ്റിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വായിച്ചൊക്കെ നോക്കുക. ഓക്കെ.